ഹോസ്റ്റലിൽ നിൽക്കുന്ന കാലം തൊട്ടേ വയനാടുകാരിയായ അഞ്ജനയുടെ വായിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്ന പേരായിരുന്നു കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. അങ്ങനെ ഞങ്ങളും 1.5 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം കൊട്ടിയൂരെത്തി. ഞങ്ങൾ നേരെ ചെല്ലുമ്പോൾ ഈ നദിയാണ് കാണുന്നത്. കുത്തി ഒലിച്ച് ഒഴുകുന്ന ഈ നദി. അതിന്റെ മേളിൽ 2 പാലമുണ്ട്. ആ പാലത്തിലൂടെ വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ഈ നദിയിൽ കുളിച്ചിട്ട് വേണമെന്നൊക്കെയാണ്, പക്ഷെ ഇത് അനുവദിക്കുന്നതല്ല. കാരണം അത്ര ഒഴുക്കുണ്ട് ആ നദിയിൽ. നമ്മൾ നേരെ ക്യൂ നിന്നു. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ നമ്മൾ ക്യൂവിന് ശേഷം നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിച്ചു. നല്ല കോടയും നല്ല മലയും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ തന്നെയാണ് നമുക്ക് ആ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുക. ഈ അമ്പലം 2 തരത്തിലുണ്ട്, ഇക്കരെ കൊട്ടിയൂരും അക്കരെ കൊട്ടിയൂരും. നമ്മൾ 2 സ്ഥലത്തും പോയി. നേരെ അവിടെ തൊട്ടടുത്ത് തന്നെ അന്നദാനമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ അന്നദാനമുണ്ട്. ഈ കാണുന്നത് കല്ലടുക്കി വെച്ച് നമ്മളൊരാഗ്രഹം പറഞ്ഞാൽ അത് നടക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കൊട്ടിയൂരിലെ പ്രധാനമായ ഓടപ്പൂവൊക്കെ ഞങ്ങൾ മേടിച്ച്, നമ്മൾ പെൺപിള്ളേരാണല്ലോ, ഈ കട കാണുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിൽക്കും. അങ്ങനെ കുറേ കുപ്പിവളകളും കുറേ കമ്മലുകളും ഒക്കെ നോക്കി കൂട്ടത്തിലുള്ള എല്ലാവരും ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് തലശ്ശേരിയിലേക്ക്.